ഓക്കെ, ഞാൻ ഗോ ബാക്ക് ടു തിരുവല്ല. എനിക്ക് നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതിന് മുമ്പ് എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നു. അവിടെ ട്യൂട്ടേഴ്സൊക്കെ മിക്കവാറും ഒരു മലയാളി ട്യൂട്ടർ ഉണ്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ ഇംഗ്ലീഷായിരുന്നു. അവരുടെ പേരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ നല്ല ഒരാളുടെ പേര് സിസ്റ്റർ ബാഴ്സിലി, മേരി ബാഴ്സിലി. അവർ ഇംഗ്ലണ്ടുകാരിയാണ്. അവർ ആന്ധ്രയിൽ ആദ്യം വന്നു. ആന്ധ്രയിൽ പിന്നെ കേരളത്തോട്ട് വന്നു. അങ്ങനെ 45 വർഷം അവർ അവിടെ നമ്മുടെ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് മിഷണറി വർക്ക് ചെയ്ത് യാതൊന്നും അവർ ഒരു പൈസ പോലും ആരോട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തോണ്ടും അല്ല, സ്വന്തമായി ഡെഡിക്കേറ്റ് ചെയ്ത് ലൈഫ് അവരുടെ ജീവിതം മുഴുവനെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് അവർ വന്നവരാണ്. പിന്നെ സിസ്റ്റർ മേരി മില്ലർ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരും അതുപോലെ തന്നെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കുകയും പഠിക്കുകയും രാവും പകലും ഞങ്ങളെ നോക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സിസ്റ്റർ പിറ്റ്സ് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. സിസ്റ്റർ സ്റ്റുവാർട്ട് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. സിസ്റ്റർ അങ്ങനെ ഒരുപാട് അങ്ങനെ പലരുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ജെ.എം. ഡേവിസ്, ഡോക്ടർ ഗിൽമോർ ഡേവിസ് പുള്ളിക്കാരൻ അവിടുത്തെ സർജനായിരുന്നു. പുള്ളിക്കാരന് വൈഫിൻ്റെ പേര് ലൈല. അവർ വളരെ ഞങ്ങളെയൊക്കെ എന്നെ ഒത്തിരി പല വിധത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അവർ കനേഡിയൻസ് ആയിരുന്നു. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഡോക്ടർ സ്മിത്ത് എന്നും പറഞ്ഞ് ബ്രയൻ സ്മിത്ത് ഒരാളുണ്ടായിരുന്നു. അയാളും വൈഫും അവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു. പിന്നെ ഈ ട്യൂട്ടേഴ്സൊക്കെ കുറേ പ്രായമായി. കാരണം അവരോട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ അവിടെ വന്നിട്ട് തന്നെ 30-40 വർഷമായി, 30 വർഷത്തോളമൊക്കെ ആയിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ തിരിച്ച് വന്ന കാലയം എനിക്കെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നാരും ജീവിച്ചിരിപ്പില്ല. അതിൽ ഒരു സിസ്റ്റർ ബാഴ്സിലി എന്ന് പറഞ്ഞ ആളെ വളരെ ഡെഡിക്കേറ്റഡ്. അപ്പോൾ നേഴ്സസിനെ പിള്ളേരെ പഠിപ്പിച്ചെടുത്ത് അവരെ പാസ്സാകാനും ദൈവവചനം പഠിപ്പിക്കാനും അവർ വളരെ ട്രൈ ചെയ്ത ആളാണ്. പുള്ളിക്കാരി ഇവിടെ ഹ്യൂസ്റ്റണിൽ വന്ന് ഞങ്ങളുടെ കൂടെ 1-2 ആഴ്ച എൻ്റെ കൂടെ താമസിച്ചു. അത് വളരെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. പുള്ളിക്കാരുടെ ആ ഡെഡിക്കേഷൻ കൊണ്ട് ഇപ്പോൾ തിരുവല്ല മെഡിക്കൽ മിഷനിലെ പുള്ളിക്കാരുടെ പേരിൽ ഒരു വാർഡ്, മേരി ബാഴ്സിലി വാർഡെന്ന് പറഞ്ഞൊരു വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ മക്കൾ 3-4 മാസം മുമ്പ് പോയി. ഇപ്പോൾ അവിടെ പോയി സിസ്റ്റർ ബാഴ്സിലിയുടെ പടമൊക്കെ കണ്ട് അവരോട് എന്നോട് വന്ന് പറഞ്ഞു, മമ്മിയോടെ സിസ്റ്റർ ബാഴ്സിലിയുടെ പടമുള്ളൊരു വാർഡ് ഞാൻ കണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള വളരെ നല്ല ഓർമ്മകളുണ്ട് അവരെക്കുറിച്ചൊക്കെ. അവരൊക്കെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അവർ ഞങ്ങളെ ചർച്ചിലൊക്കെ കൊണ്ടുപോകാനായിട്ട് അവരുടെ തന്നെ കാറൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടുപോവുകയും അവിടെ ഇവിടെ പല കാര്യങ്ങൾക്ക് പല ക്യാമ്പുകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. ഒരു വാർഡനുണ്ട്. പുള്ളിക്കാരി ഞങ്ങളെ എല്ലാവരും ഒരു 5:30 ആകുമ്പം വിളിക്കും. കഴിഞ്ഞിട്ട് രാവിലെ ഡിവോഷൻ പാട്ടും പ്രാർത്ഥനയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഫ്ലോറിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴേ ആദ്യം ഞങ്ങൾ ജോലി ഒന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1/2 മണിക്കൂർ പാട്ട് പാടി പ്രാർത്ഥിക്കും. ആ പേഷ്യൻസിൻ്റെ മുമ്പിൽ അവിടെ ആ ഒരു വാർഡുണ്ട്. അവിടെ നിന്ന് അവിടെയുള്ള ആ ഫ്ലോറിലുള്ള അവിടെയുള്ള ആ നേഴ്സസ് എല്ലാവരും കൂടെ അവിടെ നിന്ന് പാട്ട് പാടി ഒരാൾ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് അന്നത്തെ ജോലി തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമേ നല്ലൊരു ട്രെയിനിങ്ങാണ് കിട്ടിയത്. അങ്ങനെ അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക, ദൈവത്തിങ്കിലേക്ക് അവരെ പോയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പരിപാടി. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ ജോലിയൊക്കെ ചെയ്യും. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർ അന്നേരം ഈ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ അന്നേരം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്കിന് വിടുകയും അതുപോലെ 9:30 ആകുമ്പോൾ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ പ്രാർത്ഥനാ ഹോളുണ്ട്. ആ ഹോളിൽ ഒരു ഉപദേശിയുണ്ട്. പുള്ളിക്കാരനെ അവറാച്ചൻ ഉപദേശി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പുള്ളിക്കാരനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവർ എല്ലാവരും കൂടെ പാട്ടുപാടി കഴിഞ്ഞ് പുള്ളിക്കാരൻ പ്രസംഗിക്കും. എല്ലാം റിഗാർഡിങ് ഇത് ഗോസ്പൽ മെസ്സേജാണ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഡ്യൂട്ടിക്ക് പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തരും. കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു അന്നത്തേതൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചും അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ മാട്ടുള്ളൊന്നും അല്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ് അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട്
ഈവനിങ് 4 o'clock പിന്നെയും ഉണ്ട് ഈ ഹോളിൽ, ഈ പ്രാർത്ഥനാ ഹോളിൽ പ്രാർത്ഥന 30 minutes. അതുകൊണ്ട് അതിന് ഞങ്ങളെല്ലാവരും പോകാനൊക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെ അതിനൊക്കെയും പോകുമായിരുന്നു. സോ അതുകൊണ്ടെല്ലാം ഞങ്ങൾക്കൊരു വളരെ നല്ല ആത്മീയമായിട്ടുള്ളൊരു വളരെ അപ്പോൾ സോ ഹാപ്പി യുനോ. അത് ആഗ്രഹിച്ച പോലെ തന്നെ ദൈവം വഴി കാണിച്ചു തന്നു. അതുപോലെ ഒരു ആത്മീയ സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ വളർന്നു വന്നത്. സോ ദാറ്റ് വാസ് അവർ വർക്ക് ഓവർ ദെയർ. അങ്ങനെ അവിടെ 4 വർഷം പഠിക്കണം, ഒരു 3 വർഷം ജനറൽ നേഴ്സിംഗ് 3 years പഠിക്കണം, പിന്നെ അത് കഴിഞ്ഞ് ഹോൾ 1 year മിഡ് വൈപ്പറി പഠിക്കണം. ഇതൊക്കെയും അപ്പോൾ ഇവർ വന്ന് രാവും പകലും അധ്വാനിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. അതിനിടയ്ക്ക് ഞങ്ങളെ ചർച്ചിൽ കൊണ്ടുപോകും. ഇവിടെ ഞങ്ങൾ ബ്രദറുകാർ പോകുന്നത് അവിടെ അടുത്ത പിന്നെ ഞങ്ങളുടെ ഒരു അസംബ്ലി ഉണ്ട്, അവിടെ പിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഈ മിക്കവാറും ഈ ട്യൂട്ടേഴ്സും ഡോക്ടേഴ്സൊക്കെ ബ്രദറുകാരാണ്. അവർ ഞങ്ങളെ കൊണ്ടുപോകും, ഞങ്ങളെ കൊണ്ടുവരികയും ഒക്കെ. അവരില്ലാത്തപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്, നടന്നൊക്കെ പോകും. അവിടെ പക്ഷേ ബസ് ഇടയ്ക്ക് കിട്ടും, അവിടെ ബസ്സൊക്കെ ആ സമയത്തൊക്കെ ബസ്സായി കഴിഞ്ഞു, ബസ്സിന് വേണമെങ്കിൽ പോയി വരാം. അധികം അകലമില്ല, അടുത്തായിരുന്നു. പിന്നെ മാർത്തോമ കോളേജും അതിനോട് തൊട്ടടുത്ത, അതുകൊണ്ട് അവിടെ നിന്നൊക്കെ പിള്ളേരൊക്കെ 2 ചർച്ചിലും വരും, പിന്നെ ഹോസ്പിറ്റലിലും ഒക്കെ വരികയും കാണുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പാമ്പാടിക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ പോകുന്നത് ഞങ്ങൾക്ക് പിന്നെ മാസത്തിലൊരു ദിവസം ഒരാഴ്ചയിലെ വീട്ടിൽ പോകാൻ ഒക്കത്തുള്ളൂ. അനുമതിക്ക് സാറ്റർഡേ സൺഡേയും തരും, ഞങ്ങൾക്ക് പോകാം. ഞങ്ങൾ പോകുന്നത് അവിടെ ട്രെയിനുണ്ട്, അവിടെ ഈ തിരുവല്ല ഹോസ്പിറ്റലിൻ്റെ പുറകിൽ വശത്തോട് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി ട്രെയിൻ സ്റ്റേഷനുണ്ട്. അവിടെ ട്രെയിനിൽ പോകുന്നവരുണ്ട്. ട്രെയിനിൽ കോട്ടയത്ത് നിന്ന് ഇറങ്ങാം, കോട്ടയത്ത് നിന്ന് പിന്നെ പാമ്പാടിക്ക് ബസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തിരുവല്ല എന്ന ബസ്സിന് കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്ത് നിന്ന് പാമ്പാടിക്ക് പോകാം. അങ്ങനെയാണ് ആ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ബസ്സായാലും കുഴപ്പമില്ല, ചിലപ്പോൾ ട്രെയിനിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ പോലും, രണ്ടും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അവിടെ 4 വർഷം ട്രെയിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 വർഷത്തെ ജനറൽ നേഴ്സിങ്. അത് കഴിഞ്ഞ് അതെല്ലാം പാസ്സായി കഴിഞ്ഞെന്നാൽ ഞങ്ങൾ 12 പേരെ അവിടെ പിന്നെ ഹയർ ചെയ്ത്. അവിടെ അധികം പേരെ ഹയർ ചെയ്യത്തില്ല, കാരണം അവിടുത്തെ ആ ടെസ്റ്റൊക്കെ ഇച്ചിരി ഹാർഡാണ്. അതുകൊണ്ട് പലരും ഔട്ട്സൈഡിൽ പിന്നെ ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ ബോംബെ, പിന്നെ ബീഹാർ, അവിടെ ഇവിടെയൊക്കെ പല സ്ഥലം അവിടെ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. ഇവിടെ ഇച്ചിരി ഹാർഡായതുകൊണ്ട് അധികം പേരെ എടുക്കത്തില്ല. അത് തന്നെയല്ല, പിന്നെ അത് എല്ലാ മതത്തിൽ നിന്നും 3-4 പേരെ എടുക്കണം, ഇത്ര പെർസെൻറ്റേജ് എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിന്ദുക്കളായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. പിന്നെ താന്നജാതി ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ താന്നജാതിക്കാർ ഒരാളെ എടുക്കും. പിന്നെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ബ്രദറുകാർ 4 പേരുണ്ടായിരുന്നു, പെന്തക്കോസുകാരും, പിന്നെ മർത്തോമക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു, CSIക്കാർ 2 പേരുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പേര്. ഒരാളുടെ പേര് റേച്ചൽ ജോർജ്, ഒരാളുടെ പേര് അന്നമ്മ മാത്യു. അത് അൺഫോർച്ചുനേറ്റ്ലി they had to fire her for some reason. എനിവേ, അത് കഴിഞ്ഞ് മേരിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിക്കാരി കൂടി ഉണ്ട്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, പുള്ളിക്കാരി കൂടി ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പലരും വേറെ പലരുണ്ട്. ഒരു സാൽവേഷൻ ആർമിക്കാരി, ഒരു PS അന്നമ്മ എന്നാണ് അത് അവരുടെ അപ്പനും അമ്മയൊക്കെ ഈ സാൽവേഷൻ ആർമിയിലെ വലിയ ആൾക്കാരായിരുന്നു. അവരൊക്കെ പുള്ളിക്കാരി എനിക്ക് ഷിക്കാഗോയ്ക്ക് പഠിച്ചൊക്കെ കഴിഞ്ഞ് പോയി. മറ്റുള്ള പലരും പേർഷ്യൻ ഗൾഫിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. ആക്ച്വലി ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തതുപോലെ ഞാൻ മാത്രമേ അമേരിക്കയ്ക്ക് ആദ്യമായിട്ട് പോകുന്നുള്ളൂ. അവിടുന്ന് തിരുവല്ല ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഞാനാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവർക്കെല്ലാം വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എവരിബഡി ഹെൽപ്പ് മീ, ഡോക്ടേഴ്സ്, നേഴ്സേഴ്സ്, ട്യൂട്ടേഴ്സ്, എസ്പെഷ്യലി ഫോറിൻ ഡോക്ടേഴ്സും ട്യൂട്ടേഴ്സും അവരൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിലും അവർ ലെറ്റർ അയക്കുകയും വെക്കുകയും വളരെ എൻകറേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ്, പഴയ ഡോക്ടേഴ്സ് എല്ലാവർക്കും ഡോക്ടർ ചാക്കോ, അത് ലേഡി ഡോക്ടർ മേരി ചാക്കോ, പിന്നെ മേരി ലൂക്കെ, ഡോക്ടർ ജോർജ്, ഡോക്ടർ മോളി, ഇങ്ങനെ 3-4 പേര്. അന്ന് 3 ഡോക്ടേഴ്സും ഉള്ള അവിടെ തിരുവല്ലയിൽ. ഇന്നിപ്പോൾ ഒരു ലോട്ട് ഓഫ് ഡോക്ടേഴ്സിനോ അവരൊക്കെ റിട്ടയർ ചെയ്തെല്ലാം അവരൊക്കെ മരിച്ചു, മൺമറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനമായിട്ടുള്ള. പിന്നെ
ആ ഒരു വർഷത്തെ ബോണ്ട് എവിടെയാണ് ചെയ്തത്? ഒരു വർഷം ഞങ്ങൾക്ക് ബോണ്ടുണ്ട്. അത് ഞാൻ വാഴൂര്, അത് അവിടുത്തെ തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ പിന്നെ ബ്രാഞ്ച് ഹോസ്പിറ്റലാണ്. തിരുവല്ല വാഴൂരും റാന്നിയും ഇത് ബ്രാഞ്ച് ഹോസ്പിറ്റലാണ്. ഞങ്ങളെ കുറേ പേരെ റാന്നിക്ക് വിടും, കുറേ പേരെ വാഴൂർക്ക് വിടും. ഞങ്ങൾ 3 പേര് വാഴൂരാണ് പോയത്. വാഴൂർ 6 മാസം നിൽക്കണം. 6 മാസത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാം. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞാൻ പിന്നെ എൻ്റെ ട്രയൽ മുഴുവൻ എനിക്ക് ഇങ്ങോട്ട് അമേരിക്ക ഓർ ഇംഗ്ലണ്ട് ഇതായിരുന്നു. നമ്പർ 1 അമേരിക്ക, അല്ലെങ്കിൽ അവിടെ കിട്ടില്ല ഇംഗ്ലണ്ടിനോട്. ഇവിടെയൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇവിടെ ക്രിസ്ത്യൻ കൺട്രിയാണ്. മറ്റുള്ളിടത്തെല്ലാം ഉണ്ടല്ലോ മുസ്ലിം കൺട്രി ആയതുകൊണ്ട് ഐ വോണ്ട് ടു ഗോ ടു എ ക്രിസ്ത്യൻ കൺട്രി. അത് വലിയൊരു ആഗ്രഹമാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ട്രൈഡ് ആൻഡ് ട്രൈഡ് സോ ഓൾമോസ്റ്റ് 2.5 years ട്രൈ ചെയ്തു വിട്ടു. ദൈവം തക്ക സമയത്ത് ദൈവം കരുതിയിരുന്നത് എനിക്ക് അവസാനം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ കാര്യം ആയത്. പിന്നെ